Students, we'll continue with the topic attitude. Here we'll see the nature or the characteristics of attitude. Attitude have a subject based relationship. Attitude എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന അനുഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ആറ്റിറ്റ്യൂഡ്സ് ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് എ സബ്ജക്റ്റ് ബേസ്ഡ് റിലേഷൻഷിപ്പ്. ആറ്റിറ്റ്യൂഡ്സ് ആർ ലേൺഡ്. നമ്മൾ ഓൾറെഡി കണ്ടു നമ്മുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ സിറ്റുവേഷൻസിന് ബേസ് ചെയ്തിട്ടാണ് ആറ്റിറ്റ്യൂഡ്സ് ഫോം ചെയ്യുന്നത്. സോ ദേ ആർ മോസ്റ്റ്ലി ലേൺഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ്സ് ആർ എൻഡ്യൂറിങ് സ്റ്റേറ്റ് ഓഫ് റെഡിനെസ്. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് ആണ് ടു റെസ്പോണ്ട് ടു സംതിങ്. അപ്പോൾ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ആറ്റിറ്റ്യൂഡ്സ് ഹാവ് മോട്ടിവേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള കാര്യത്തിനോട് നമ്മളെപ്പോഴും വളരെ പോസിറ്റീവായിട്ട് തന്നെ ബിഹേവ് ചെയ്യും. അതിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണും, നമ്മളതിൽ ഇൻവോൾവ് ആകും. സോ ഇറ്റ് ഹാസ് എ മോട്ടിവേഷണൽ ഫാക്ടർ. നെഗറ്റീവ് ആണെങ്കിൽ നമുക്കത് നെഗറ്റീവായിട്ട് എഫക്റ്റഡ് ആകും. ആറ്റിറ്റ്യൂഡ്സ് ആർ ന്യൂമറസ്. നമുക്ക് ഒരാൾക്ക് ഒരുപാട് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കും. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പല കാര്യത്തോടും പല രീതിയിലായിരിക്കും ഒരു വ്യക്തി ബിഹേവ് ചെയ്യുന്നത്. സോ ഹി വിൽ ഹാവ് എ ഡിഫറെൻറ്റ് variety of attitudes. Attitudes are positive as well as negative. അത് ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. Next we'll see how attitudes are formed. Attitudes are conditioned by our growth and development, your family, home environment, your direct and indirect experiences, your interaction within social groups, the experiences that you get from your environment, the opportunities that you get, the traumatic experiences that you have in your life. All these creates new attitudes within you, and attitudes are never taught, they are caught. നമ്മുടെ എക്സ്പീരിയൻസസ് വഴി നമുക്ക് ഉണ്ടാകുന്നതാണ്, ആരും നമുക്ക് പഠിപ്പിച്ച് തരുന്ന കാര്യമല്ല. സോ എക്സ്പീരിയൻസ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് യുവർ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. നമ്മുടെ പേഴ്സണൽ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ്സിലുണ്ടാകുന്ന എക്സ്പീരിയൻസസ് എല്ലാം എഫക്റ്റ് ചെയ്യും. ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ നോംസും ദ സോഷ്യൽ റോൾസ് ദറ്റ് യു ഹാവ് ടു പ്ലേ ഇൻ ദ സൊസൈറ്റി ഓൾ ഇൻഫ്ലുവൻസസ് യുവർ ആറ്റിറ്റ്യൂഡ്സ്. അപ്പം നമ്മുടെ സൊസൈറ്റിക്ക് കുറേ റൂൾസും റെഗുലേഷൻസും ഒക്കെ കാണാം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് വരിക. പിന്നെ നമ്മൾ പ്ലേ ചെയ്യുന്ന റോൾ, ഇപ്പം ആസ് എ ടീച്ചർ യു വിൽ ഹാവ് ടു ഷോ സർട്ടൻ ബിഹേവിയർ or you have to develop certain attitudes. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ബിഹേവിയറിനെയും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ദെൻ യുവർ ലേണിംഗ്. ആറ്റിറ്റ്യൂഡ്സ് ആർ ലേൺഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഇപ്പം നമ്മൾ ചില കാര്യത്തോടൊക്കെ ചിലപ്പോൾ നമുക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയാസൊക്കെ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറും. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്ന വഴി നമ്മുടെ ഒരു പ്രോഡക്റ്റിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറി ചിലപ്പോൾ നമ്മളത് വാങ്ങാറുണ്ട്. അപ്പോൾ ലേണിംഗ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദെൻ കണ്ടീഷനിങ്ങിൽ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ക്ലാസിക്കൽ ആൻഡ് ഓപ്പറ ആൻഡ് കണ്ടീഷനിങ് ഇൻഫ്ലുവൻസസ് യുവർ ബിഹേവിയർ. നേരത്തെ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ കണ്ട് അവിടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന സമയത്തെല്ലാം ആളുകളെല്ലാവരും നമ്മളോട് നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് തന്നുകൊണ്ടിരുന്ന് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്കതൊരു അൺഫേവറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയും അത് നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അതൊരു ഓപ്പറാൻഡ് കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മളുടെ ബിഹേവിയേഴ്സ് ഫോം ചെയ്യുന്നത് ഈ കണ്ടീഷനിങ് വഴിയാണ്. സോ ആറ്റിറ്റ്യൂഡ് ഈസ് ഓൾസോ ഡെവലപ്ഡ് ബൈ കണ്ടീഷനിങ് എന്നുള്ളതാണ്. ദെൻ ഒബ്സർവേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു ആറ്റിറ്റ്യൂഡ്സ് ആർ നോട്ട് ടോട്ട് ബട്ട് കോട്ട് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പം അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണോ, അവരുടെ ബിലീഫ്സ് എന്താണോ അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ നമ്മളും നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി ചിൽഡ്രൻ ലുക്ക് ഫോർവേഡ് ടു ദിയർ പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് catch value systems from them. They develop new attitudes by observing them. അപ്പോൾ അങ്ങനെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് കുട്ടികളിലേക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആസ് ഫ്യൂച്ചർ ടീച്ചേഴ്സ് യു ഷുഡ് ബി having good attitudes and good behavior.
Next, Alport defines certain conditions for the formation of an attitude. Attitude learned ആയാലും acquired ആയാലും അത് ഫോം ചെയ്യുന്നതിൽ ഒരു കണ്ടീഷൻസ് ആൽപോർട്ട് പറയുന്നതനുസരിച്ച് വൺ ഇസ് അക്യുമുലേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് എക്സ്പീരിയൻസസ്. നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസസ് നമ്മൾ നേടാറുണ്ട്. ഈ എക്സ്പീരിയൻസസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ദ റെസ്പോൺസസ് ദാറ്റ് യു ലേൺ ബൈ ഗ്രോയിങ് അപ്പ്, ഡിഫറൻസിയേഷൻ ഓർ സെഗ്രിഗേഷൻ ഓഫ് എക്സ്പീരിയൻസസ്. ഈ നമുക്ക് കിട്ടുന്ന അക്യുമുലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പീരിയൻസസിന് നമ്മൾ എല്ലാം അതുപോലെ എടുക്കണമെന്നില്ല. യു വിൽ ബി സെഗ്രിഗേറ്റിംഗ് ഇറ്റ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ അത് അങ്ങനെ ഡിഫറൻഷിയേറ്റ് സെഗ്രിഗേറ്റ് ചെയ്തതിനനുസരിച്ച് ചില ആറ്റിറ്റ്യൂഡ്സ് വളരെ ഷാർപ്പ് ആൻഡ് പെനിട്രേറ്റിംഗ് ആയിരിക്കും, നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ബിഹേവിയറിനൊക്കെ എഫക്റ്റ് ചെയ്യും. ചിലത് നമ്മൾ മാറ്റി കളയാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് ട്രോമ ഓഫ് ഡ്രമാറ്റിക് എക്സ്പീരിയൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഡ്രമാറ്റിക് എക്സ്പീരിയൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ എവിഡൻ്റായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. സോ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എവർ ലാസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ് വിതിൻ യു. നെക്സ്റ്റ്, അഡാപ്റ്റേഷൻ ഓഫ് ദ അവൈലബിൾ ആറ്റിറ്റ്യൂഡ്സ്. നമുക്ക് ഓൾറെഡി അവൈലബിൾ ആറ്റിറ്റ്യൂഡ്സ് പലരിലും കാണുന്ന ആ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് കാണുന്ന ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ അതേപോലെ പിക്കപ്പ് ചെയ്യും. അപ്പം യു പിക്കപ്പ് റെഡിമെയ്ഡ് ആറ്റിറ്റ്യൂഡ്സ് ഫ്രം അതേഴ്സ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ചിലപ്പം ഈ പറഞ്ഞ നമ്മൾ അഡ്മയർ ചെയ്യുന്ന പേഴ്സൺസ് ഫിലിം സ്റ്റാർസ് ആകാം, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി യുവർ പാരൻറ്റ് ഓർ യുവർ ടീച്ചർ. അവരിൽ നിന്ന് ആ ബിഹേവിയർ നമ്മൾ അതേപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. നെക്സ്റ്റ് ഇസ് ദ ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ്സിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് അഡാപ്റ്റീവ് ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ ഫങ്ഷൻസ്. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ പല സാഹചര്യത്തിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് ആണെങ്കിൽ ഇറ്റ് ഡെവലപ്സ് റിവാർഡിങ് എക്സ്പീരിയൻസ് ഫോർ അസ്. ആൻഡ് അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് ആണെങ്കിൽ നമ്മൾ ചില ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസിനോട് ഒരു അവേർഷൻ കാണിക്കാറുണ്ട്, ഓർ യു ട്രൈ ടു അവോയ്ഡ് ദം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അവിടെ നമ്മുടെ ബിഹേവിയറിന് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ ലേൺ സോഷ്യലി അക്സെപ്റ്റബിൾ വ്യൂസ്, ഒപ്പീനിയൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വ്യൂസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ അതൊരു റിവാർഡിങ് എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ആൻഡ് ആഫ്റ്റർ ഡെവലപ്പിംഗ് ആറ്റിറ്റ്യൂഡ്സ് പ്രൊവൈഡ്സ് എസ് എ സിമ്പിൾ ആൻഡ് എഫിഷ്യൻറ്റ് മീൻസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഓബ്ജക്ട്സ്. നമുക്ക് ഓൾറെഡി ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടെങ്കിൽ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും. Next is knowledge function. Attitudes function as simplified categories for various social stimuli, that is people, events, situation, etc., which further helps us to understand and explain the complex social world. അപ്പം നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മൾ പുതിയ ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ വേരിയസ് ആയിട്ടുള്ള സോഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച്, ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടുള്ള അറിവ് നേടാനായിട്ട് സഹായിക്കുകയും ഫ്യൂച്ചറിൽ നമ്മുടെ കോംപ്ലക്സ് സോഷ്യൽ വേൾഡ് കുറേ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഇസ് വാല്യൂ എക്സ്പ്രസീവ് ഫങ്ഷൻ. So it's a mistake in the PPT. The third function is value expressive function. Attitudes are means to define, maintain and enhance the self-worth. അപ്പം നമ്മുടെ തന്നെ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആറ്റിറ്റ്യൂഡ് ഹെൽപ്പ് ചെയ്യും. മെനി ആറ്റിറ്റ്യൂഡ്സ് എക്സ്പ്രസ് ദ ബേസിക് വാല്യൂസ് ഓഫ് ദ ആറ്റിറ്റ്യൂഡ് ഹോൾഡർ ആൻഡ് റീഇൻഫോഴ്സ് ഹിസ് ഓർ ഹർ സെൽഫ് ഇമേജ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് റീഇൻഫോഴ്സ് ചെയ്യാനും നമ്മുടെ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആറ്റിറ്റ്യൂഡ്സ് ഹെൽപ്പ് ചെയ്യും. ഈഗോ ഡിഫെൻസീവ് ഫങ്ഷൻ ഇസ് എ ലാസ്റ്റ് ഫങ്ഷൻ. സോ ഇറ്റ് റിഫേഴ്സ് ടു വാട്ട് we hold attitudes that protect our self-esteem from harm or justify our acts that make us feel guilty. അപ്പം നമ്മൾ ചില ആറ്റിറ്റ്യൂഡ്സ് നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെയും നമ്മളുടെ സെൽഫ് ഇമേജ്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് ആണ്. ആൻഡ് ദാറ്റ് ഹെൽപ്സ് യു ടു ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് ജസ്റ്റിഫൈ ദ ആക്ട്സ് വിച്ച് മേക്സ് യു ഫീൽ അതർവൈസ് ഗിൽറ്റി. അപ്പം നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്
ശരിയാണെന്നൊരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കും. അത് ഒരുപാട് ഗിൽറ്റ് ഫീലിംഗ് നമ്മൾ ഡെവലപ്പ് ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. സോ ദീസ് ആർ ദ functions of attitude. We'll see the remaining portions in the next class.